കൂട്ടം ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരമാണ് നെതർലാൻഡ്സിൽ റോബോ കപ്പ് എന്ന പേരിൽ അരങ്ങേറിയത്. ലോകോത്തര പ്രൊജക്റ്റായ റോബോ കപ്പ് നവീന സാങ്കേതിക വിദ്യയിലെ സാധ്യതകൾ വളർത്താനാണ് അധികൃതർ സംഘടിപ്പിച്ചത്. റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരമാകുമ്പോൾ ജനശ്രദ്ധയും ആകർഷിക്കും. മനുഷ്യരുടെ ഗൈഡൻസോ സഹായമോ ഇല്ലാതെയാണ് ഈ റോബോട്ടുകൾ കളിക്കളത്തിൽ നിറഞ്ഞു നിന്നത്. 2050ഓടെ മനുഷ്യരെ തോൽപ്പിക്കാൻ കഴിവുള്ള ഫുട്ബോൾ കളിക്കാരായ റോബോട്ടുകളെ നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് അധികൃതർക്കുള്ളത്. വില കുറഞ്ഞ റോബോട്ടുകളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോ കപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതത്രേ. ഈ രീതിയിൽ നീങ്ങിയാൽ 10-15 വർഷങ്ങൾക്കുള്ളിൽ വില കുറഞ്ഞ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വിപണി കീഴടക്കുമെന്ന് സംഘാടകർ പറയുന്നു. 4 ദിവസം നീണ്ടുനിന്ന റോബോ കപ്പ് ഫ്രീ ആയി കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി കാണികളാണ് മത്സരം വീക്ഷിക്കാനെത്തിയത്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള 2500ഓളം മത്സരാർത്ഥികൾ റെസ്ക്യൂ റോബോട്ടുകളും സർവീസ് റോബോട്ടുകളും ഡാൻസിൽ റോബോട്ടുകളും സോക്കർ റോബോട്ടുകളും എല്ലാം കൊണ്ടുവന്ന് സമ്മാനങ്ങൾ കരസ്ഥമാക്കി.